പെരിന്തൽമണ്ണയിൽ വയോധികയായ രോഗിയെയും മകളെയും വഴിയിലിറക്കിവിട്ട സംഭവത്തിൽ ഓട്ടോ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. കാരണമില്ലാതെ ദേഷ്യപ്പെട്ടതായും അസഭ്യം പറഞ്ഞതായും ഇവർ ജോയിന്റ് ആർടിഒയ്ക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കാൽമുട്ട് ശസ്ത്രക്രിയ കഴിഞ്ഞ് നടക്കാനാവാത്ത വയോധികയെയും മകളെയും ഗതാഗത തിരക്കുണ്ടാവുമെന്ന് പറഞ്ഞാണ് ഓട്ടോ ഡ്രൈവർ വഴിയിൽ ഇറക്കിവിട്ടത്. ഇയാളിൽ നിന്ന് 3000 രൂപ പിഴയും ഈടാക്കി. അങ്ങാടിപ്പുറം ചെറിക്കാപ്പറമ്പിലെ 78 കഴിഞ്ഞ വയോധികയെയും മകളെയുമാണ് ഇയാൾ ഓട്ടോയിൽ നിന്ന് ഇറക്കിവിട്ടത്. അങ്ങേക്ക് നടക്കാനും വേണ്ടാനൊന്നും വയ്യേ. മഴ പെയ്താൽ ആ വണ്ടീൻ്റെ ഇടയിലാന്നിട്ട് ഞാൻ പിടിച്ചു നിന്നിരുന്നു ആ മരത്തിൻ്റെ ആ പനേര ചോട്ടിൽ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് അപ്പോൾ അവൾ വണ്ടി വിളിച്ച് വന്നു. എന്നിട്ടാണ് കയറിയത്. അയാൾ ദേഷ്യപ്പെട്ടു. അയാൾ പറഞ്ഞു കൊണ്ടുപോകാൻ പറ്റില്ല, അങ്ങോട്ട് അങ്ങാടിപ്പുറത്തേക്ക് പോകാൻ അവിടെ ബ്ലോക്കാണ്, അതൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ കയറിക്കോളെന്ന് പറയുമ്പോൾ ഞാനാണ് കയറി. പിന്നെ ഇറങ്ങാക്കി വൈകിയാലോ, എന്നിട്ട് പിന്നെ അവൾ പിടിച്ചിറക്കുക ചെയ്തത്. ആശുപത്രിയിൽ പരിശോധന കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാനാണ് ഓട്ടോയിൽ കയറിയത്. എന്നാൽ പ്രധാന നിരത്തിൽ ഗതാഗതക്കുരുക്കാണെന്ന് പറഞ്ഞ് വഴിയിൽ ഇറക്കിവിടുകയായിരുന്നു. കാരണമില്ലാതെ ദേഷ്യപ്പെട്ടതായും അസഭ്യം പറഞ്ഞതായും വയോധികയുടെ മകൾ രജനി പെരിന്തൽമണ്ണ സബ് ആർടി ഓഫീസിൽ ജോയിന്റ് ആർടിഒയ്ക്ക് പരാതി നൽകി. ഞങ്ങൾ ഓട്ടോയിൽ കയറും ചെയ്തു. അമ്മേനെ ഓട്ടോയിൽ കയറ്റിയപ്പോൾ പിന്നെ കയറിയതിന് ശേഷം അയാളോട് പറഞ്ഞു അങ്ങാടിപ്പുറത്തേക്കാണെന്ന് പറഞ്ഞു. അങ്ങാടിപ്പുറത്തേക്കാണ് പറഞ്ഞപ്പോൾ അയാൾ ചൂടാവാൻ തുടങ്ങി. അങ്ങാടിപ്പുറം നല്ല ബ്ലോക്കാണ്, അത് കാരണം പിന്നെ ബുദ്ധിമുട്ടാണ്, പിന്നെ നല്ല വാടക വേണ്ടി വരും, പിന്നെ ഞങ്ങളുടെ എണ്ണ വെറുതെ കത്തിപ്പോവല്ലേ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, പിന്നെ ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞങ്ങൾ വേറെ വിളിച്ചോളാം, ഓട്ടോ വിളിച്ചിട്ട് ഇറങ്ങിപ്പോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു പിന്നെ വണ്ടി തിരിച്ചില്ല, ഞാൻ ആക്കി തരാൻ പറഞ്ഞു. വീണ്ടും ഇയാൾ പറഞ്ഞു നല്ല ചാർജ് വേണ്ടി വരും, സാധാ ചാർജൊന്നുമല്ല, ഞങ്ങൾക്ക് എന്തായാലും നല്ല ചാർജ് തന്നെ വേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത്രയും ചാർജ് തരാനല്ലേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്, അപ്പോൾ എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവും, സാധാ വാടക എന്ന് പറയുന്നത് ഒരു വാടകയുണ്ട്, അതിനെക്കാട്ടി എന്തെങ്കിലും കുറച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ അപ്പം തന്നെ അവിടെ നമ്മളെ ഇറങ്ങണ ഇറക്കത്തിൽ തന്നെ ഇറക്കി വിടുക ചെയ്തത്. എന്നിട്ട് അമ്മേനെ ഒരു മരത്തിൻ്റെ സൈഡിൽ ഞങ്ങൾ നല്ലൊരു ഉയരമുള്ള ഭാഗമായിരുന്നു, അപ്പോൾ അവിടെ കൊണ്ട് അമ്മേനെ സൈഡിൽ നിർത്തിയിട്ട് താഴെ പോയിട്ട് ഓട്ടോ വിളിക്കുകയാണ് ചെയ്തത്. മോട്ടോർ വാഹന അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ മയിൽരാജിന്റെ നേതൃത്വത്തിൽ ഓട്ടോ ഡ്രൈവറെ കണ്ടെത്തി മൊഴിയെടുത്താണ് നടപടി സ്വീകരിച്ചത്. അപ്പോൾ 8-ാം തീയതി കംപ്ലൈന്റ് കിട്ടി. അപ്പോൾ തന്നെ സംഭവം നടന്നിട്ട് 9-ാം തീയതി എൻ്റെ അടുത്ത് കംപ്ലൈന്റ് കിട്ടി. 9-ാം തീയതി തന്നെ അന്വേഷണം നടത്തിയപ്പോൾ ഈ ഡ്രൈവർ ഇതേപോലെ ചെറിയ ഓട്ടങ്ങളൊക്കെ ഓടാൻ വിസമ്മതിക്കുന്ന ആളാണെന്നും ആൾക്കാരെ നിന്നൊക്കെ 2-3 ഇരട്ടി ചാർജ് വാങ്ങിക്കുന്ന ആളാണെന്നും ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആളാണെന്നൊക്കെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും അയാളുടെ ലൈസൻസ് മോട്ടോർ വാഹന നിയമത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി ശിക്ഷയായിട്ടുള്ള എല്ലാ ശിക്ഷാ നടപടികളും നമ്മൾ സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതായത് അയാളുടെ 10/7 മുതൽ അയാളുടെ ലൈസൻസ് 6 മാസത്തേക്ക് നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇനി ലൈസൻസ് പുനഃസ്ഥാപിച്ച് കിട്ടണമെങ്കിൽ അയാൾ IDTR പോയിട്ട് 5 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ആ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ അയാളുടെ ലൈസൻസ് പുനഃസ്ഥാപിച്ച് കൊടുക്കുള്ളൂ. അതേപോലെ പെർമിറ്റ് കണ്ടീഷൻ വയലേറ്റ് ചെയ്തതിന്, അതായത് യാത്രക്കാരുടെ അടുത്ത് അപമാനമായിട്ട് പെരുമാറിയതിനും ഇങ്ങനെ ഇറക്കി വിട്ടതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് 3000 രൂപ അദ്ദേഹത്തിൻ്റെ നിന്ന് നമ്മൾ പിഴയായിട്ട് ഈടാക്കിയിരിക്കുകയാണ്. ലൈസൻസ് പുനഃസ്ഥാപിച്ചു കിട്ടാൻ എടപ്പാളിലെ DTR സെന്ററിൽ 5 ദിവസത്തെ പരിശീലനത്തിന് ഹാജരായി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നും ജോയിന്റ് ആർടിഒ M രമേശ് ഉത്തരവിട്ടു. CCN പെരിന്തൽമണ്ണ.